ഹായ് കൂട്ടുകാരി, നമ്മൾ ഈ കാണുന്ന കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്നാണ് ഇന്ന് കാണാൻ പോകുന്നത്. ചേട്ടൻ കരിമീൻ മാർക്കറ്റിൽ കണ്ട ഉടനെ അതിന് വാങ്ങിച്ചുകൊണ്ട് വന്നു. വളരെ രുചികരമായിട്ടാണ് ഈ കരിമീൻ പൊള്ളിച്ചത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര കഴിച്ചാലും മതി വരത്തില്ല. ഒരു തവണ ചേട്ടൻ കരിമീൻ ഇതുപോലെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പൊള്ളിച്ചു തന്നു. വളരെ രുചികരമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് കരിമീൻ പൊള്ളിച്ചത് തിന്നാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ എങ്ങും കരിമീൻ കിട്ടാനില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർക്കറ്റിൽ പോയപ്പോൾ കരിമീൻ ഇരിക്കുന്ന കണ്ടത്. കൈയൊടുങ്ങി വാങ്ങിച്ചുകൊണ്ട് വന്നു. ക്ലീനിങ് ഒക്കെ അങ്ങ് തുടങ്ങി. ആദ്യം ചേട്ടൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്ത് ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ മുള്ളു കൊണ്ടിട്ട് കൈ ഒന്ന് മുറിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ ക്ലീനിങ് അങ്ങ് ഏറ്റെടുത്ത് കേട്ടോ. കരിമീൻ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം അതിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടി പുരട്ടി കഴുകിയെടുത്തു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് 4-5 വെള്ളത്തിൽ കഴുകി കേട്ടോ. അതിനുശേഷം നമ്മൾ ഇങ്ങനെ വരഞ്ഞ് കൊടുത്തു. നല്ല വൃത്തിയായിട്ട് വരയുവാണെങ്കിൽ അത്ര കൂടെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ചെന്നിട്ട് വളരെയധികം രുചി കൂടുന്നതായിരിക്കും. പിന്നെ കുറച്ച് സവാള, തക്കാളി ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് ഗ്രേവി ഉണ്ടാക്കാനായിട്ട്. പിന്നെ കുറച്ച് കരിവേപ്പില. പിന്നെ സവാള എല്ലാം നമ്മൾ അരിഞ്ഞു, തക്കാളി എല്ലാം അരിഞ്ഞു. നമ്മൾ ഇത് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം, ഏതെണ്ണയായാലും മതി, ഒഴിച്ചതിന് ശേഷം നമ്മളിതെല്ലാം വെച്ച് ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം ഇച്ചിരി ഉപ്പിട്ടു, കുറച്ച് കറിവേപ്പിലയും ഇട്ടു. നന്നായിട്ട് വഴറ്റേണ്ടതുണ്ട്. നല്ല ക്രീം രൂപത്തിൽ എത്തുവാണെങ്കിൽ ഒന്നും കൂടി രുചികരമായിരിക്കും. കുറച്ച് മുളക് പൊടിയും, നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇച്ചിരി അളവ് കൂടുതലായിട്ടുള്ളത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞത് കുറച്ച് ഒഴിക്കുക. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഓരോ കരിമീനിലായിട്ട് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് എല്ലാ വിടവുകളിലും തേച്ച് നമുക്ക് അതിനെ നല്ല രീതിയിൽ ഒന്ന് ആക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോ മീനുകളും നമുക്ക് ഇതുപോലെ മസാല പുരട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ കരിമീനകത്ത് അരപ്പെല്ലാം ചേർത്ത് സെറ്റ് ആക്കിയിരിക്കുകയാണ് ഗായ്സ്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഗ്രേവിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന മസാലയാണ് ഈ കാണുന്നത്. അത് ഒരുവിധം അതായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിപ്പം പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഞാൻ പറയാനല്ലോ എന്താണ് ഓയിൽ എന്ന് വെച്ചാൽ അത് ചേർക്കുക. ഒന്ന് ഫുഡിന് ഉപയോഗിക്കുന്ന ഓയിൽ ചേർക്കുക. ശേഷം നമ്മൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കരിമീൻ ഓരോന്നായിട്ട് നമ്മൾ അതിനകത്തേക്ക് വെക്കുകയാണ്. ഇത് വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്തെ മസാലയെ ഒന്നും കൂടെ ഒന്ന് മിനുക്കിയെടുക്കാനുണ്ട് ഗൈസ്. നമ്മളതിനെ ഒന്നും കൂടെ ഒന്ന് തീ ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റുകയാണ്. ഒന്നും കൂടെ ഒന്ന് അതൊന്നൊരു ഇച്ചിരി കൂടെ ഒന്ന് ക്രീം രൂപത്തിലാവാനുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ മസാലയൊന്നും ഇടാതെ നോർമലായിട്ട് എണ്ണയ്ക്കകത്ത് തക്കാളി ഉള്ളിയും കൂടി ഇട്ട് കരിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയതാണ്. അതിനകത്ത് നമ്മൾ മസാല ചേർത്തു. എന്നിട്ട് കരിമീനകത്ത് തേക്കാൻ നമ്മൾ ചെയ്തിരുന്ന ആ മസാലയും കൂടെ കുറച്ച് അതിനകത്ത് ഇട്ട് നമ്മൾ വഴറ്റുകയാണ്. ബാക്കി വന്ന മസാലയാണ് നമ്മൾ അതിനകത്ത് ഇട്ടത്. ശേഷം ആ വെള്ളം തന്നെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം പറ്റി വരുമ്പോഴത്തേക്ക് കുറച്ച് തൈര് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. തൈര് ആഡ് ചെയ്ത് നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. നല്ല കുറുകിയ രൂപത്തിൽ വേണം നമുക്കിതിൻ്റെ ഗ്രേവി കിട്ടാൻ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുറുകിയിട്ടുണ്ട്. കരിമീനും ഏകദേശം തയ്യാറായി വരുന്നു. ഇനി നമുക്ക് മറുവശം തിരിച്ചിടണം. ഒരു ഭാഗം
വറുത്തിട്ടുണ്ട്. കരിമീൻ 2 സൈഡും നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇനി ഒരു ഇല എടുത്തുകൊണ്ട് വന്ന് തീക്കകത്ത് വെച്ച് നമ്മൾ വാട്ടുകയാണ്. ഇലയെ ഒന്ന് തീക്കകത്ത് വെച്ച് വാട്ടിയതിന് ശേഷം കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി അതിനെ എടുത്ത് കുറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു കരിമീൻ എടുത്ത് വെക്കുകയാണ്. വറുത്ത കരിമീനാണ്. കരിമീൻ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്രേവിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കുക, അപ്പോൾ ഇച്ചിരി കൂടെ എണ്ണയായിരിക്കും. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വാഴയില നന്നായിട്ട് മടക്കി നല്ല ടൈറ്റായിട്ട് തന്നെ മടക്കിയതിന് ശേഷം ഒരു വള്ളി വെച്ച് വാഴവള്ളി വെച്ച് നമുക്കതിനെ ഒന്ന് മുറുക്കി കെട്ടിക്കൊടുക്കാം. കെട്ടിയതിന് ശേഷം നമുക്കിതുപോലെ പാനിനകത്ത് വെച്ച് അതിനെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. വാഴയില 2 സൈഡും മാറ്റി മാറ്റി പൊള്ളിച്ചെടുക്കാം. അങ്ങനെ 4 കരിമീൻ ഉണ്ടായിരുന്നു, 4 നമ്മൾ പൊള്ളിച്ചെടുത്തു. ഇനി അതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്ന്. കണ്ടിട്ട് തന്നെ കൊതി ഉറുകയാണ് ഗായ്സ്. കാണുമ്പോൾ തന്നെയാണ് വളരെ രുചികരമായിട്ടുള്ളൊരു കരിമീൻ പൊള്ളിച്ചതാണ്. ആ ഗ്രേവിയും എല്ലാം വളരെയധികം അതിനകത്ത് കൂടി ചേർന്ന് നല്ല ഇളക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. കഴിക്കാൻ വളരെ, ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളം ഊറുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കരിമീൻ പൊള്ളിച്ചത് റെഡി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗായ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.